അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വർത്താനം? റാഹത്തല്ലേ? സുഖമല്ലേ? അൽഹംദുലില്ലാഹ്. അങ്ങനെ നമ്മൾ ദുൽഹിജ്ജ മാസത്തിലാണല്ലേ. ഹാജിമാരൊക്കെ അവരുടെ കർമ്മങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കടക്കാൻ പോവുകയാണ്. പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് ഹജ്ജിന് പോയ ആളുകൾ അവർക്ക് ആഫിയത്തും ആരോഗ്യവും ഖുവ്വത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം റാഹത്തോടുകൂടെ അതിൻ്റേതായിട്ടുള്ള കബൂലിയത്തോടുകൂടെ ചെയ്ത് പാപികളായ നമുക്ക്, മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക്, മുസ്ലിമാത്തുകൾക്ക് ദുആ ചെയ്യാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് അവർക്ക് കൊടുക്കട്ടെ. പടച്ച റബ്ബ് നമുക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പുണ്യകർമ്മം ചെയ്യാനുള്ള മഹാഭാഗ്യം പടച്ച റബ്ബ് അവൻ്റെ കാരുണ്യം കൊണ്ട്, കൃപ കൊണ്ട് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെയൊക്കെ ഒരു ഡൗട്ടാണ്, എത്ര സ്വലാത്താണ് ശരിക്കും നമ്മൾ ചൊല്ലേണ്ടത്? പലരും ചോദിക്കാറുണ്ട്, എത്ര സ്വലാത്താണ് ഉസ്താദ് ചൊല്ലേണ്ടത്? 100 സ്വലാത്ത് ചൊല്ലിയാൽ മതിയോ? അല്ലെങ്കിൽ 1000 ചൊല്ലണോ? അതോ 10 സ്വലാത്ത് ചൊല്ലിയാൽ മതിയോ? അതോ 1 സ്വലാത്ത് ചൊല്ലിയാൽ മതിയോ? ഇങ്ങനെ നമുക്ക് പലർക്കും പല ഡൗട്ടുകൾ വരാറുണ്ട്, എത്രയാണ് ചൊല്ലേണ്ടത് എന്നുള്ളത്. ശരിക്കും പല ഹദീസുകൾ തന്നെ വന്നിട്ടുണ്ട് 100 സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന ഫലങ്ങൾ, അതുപോലെ ഒരാൾ 1000 സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന ഫലങ്ങൾ. 1000 സ്വലാത്തൊക്കെ ഒരാൾ നിത്യമായിട്ട് ചൊല്ലിയാൽ മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ അവൻ്റെ മഖ്അദ്, അവൻ്റെ ഇരിപ്പിടം കണ്ടിട്ടല്ലാതെ അവൻ ദുനിയാവിൽ നിന്നും മരിക്കൂലെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു ഹദീസൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോ തരത്തിൽ 100 10 ഒക്കെ ചൊല്ലിയാൽ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊക്കെ ലഭിക്കും. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ വീഡിയോയിലൂടെ അതിനുള്ളൊരു ക്ലാരിറ്റി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിഷയമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, ഒരിക്കൽ ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ഹബീബേ, നിങ്ങളെ മേലെ ഞാൻ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരാളാണ്, അതുകൊണ്ട് എൻ്റെ സമയത്തിൽ നിന്ന് അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ എത്ര സമയമാണ് നബിയെ ഞാൻ നിശ്ചയിക്കേണ്ടത്? ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ചത്ര. വീണ്ടും മഹാനവറുകൾ പറയുന്നുണ്ട്, 1/4 ഭാഗം എന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മാറ്റിവെച്ചാലോ ഹബീബെ? ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഉദ്ദേശിച്ചത്ര ഒന്നും കൂടി കൂടുതലാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിരിക്കും എന്നും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കുറച്ചുകൂടി സമയം കൂട്ടി പറഞ്ഞു, എന്നാൽ പകുതി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മാറ്റിവെക്കുക. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ചത്ര ഇതിലും കൂടുതലാക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് വളരെയധികം ഉത്തമമായിരിക്കും. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്നാൽ 2/3 ഭാഗം ഇങ്ങക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ നിശ്ചയിക്കുകയാണ് നബിയെ. ആ സമയത്തും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഉദ്ദേശിച്ചത്ര ഇതിലും കൂടുതൽ നിങ്ങൾ എനിക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നിശ്ചയിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും വെറുതെ ആവില്ല, അത് വളരെയധികം ഗുണകരമായിരിക്കും. ആ സമയത്ത് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഹബീബെ, എൻ്റെ മുഴുവൻ സമയവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മാറ്റിവെക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ എല്ലാ ആവശ്യങ്ങളും പരിഹരിക്കപ്പെടുകയും നിങ്ങളെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊന്ന് നമുക്ക് മനസ്സിലായി ശരിക്കും എത്രയാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടത്, എത്ര സമയമാണ് സ്വലാത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കേണ്ടത് എന്നുള്ളതിലെ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ എത്ര സ്വലാത്ത് ചൊല്ലിയാലും ഏറൂല, എത്ര ടൈം അതിനു വേണ്ടി മാറ്റി വെച്ചാലും കുറയൂല. അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്രയും ഇഷ്ടവുമാണ്. ഒന്നും കൂടെ ചുരുക്കി പറഞ്ഞാൽ, എത്രത്തോളം സമയം നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മാറ്റി വെക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ഈ ദുനിയാവും നാളെ ആഖിറവും ഇൻഷാ അല്ലാഹ് കളർഫുള്ളാവും, ഇൻഷാ അല്ലാഹ് അടിപൊളിയാകും. പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.